ഇന്നലെ ഒരു ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ അറസ്റ്റിലായി എന്നുള്ളൊരു ന്യൂസ് നിങ്ങളെല്ലാവരും കണ്ടു കാണും. കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇന്നലെ ന്യൂസിൽ ഇതിനെക്കുറിച്ചിട്ട് അങ്ങനെ A to Z ടോപ്പ് ടു ബോട്ടം ഒന്നും പറഞ്ഞിട്ടില്ല. സാധാരണ രീതിയിൽ ഒരു ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ, ഒരു യൂട്യൂബർ, ഒരു കോണ്ടൻറ് ക്രിയേറ്ററൊക്കെ അറസ്റ്റിലാവുമ്പോൾ ന്യൂസുകാർ ആ മാക്സിമം കേസിൻ്റെ എന്താ പറയുക ടോപ്പ് ടു ബോട്ടം ആളുകളിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം നടത്താറുണ്ട്. അത് മാക്സിമം കണ്ടന്റ് ആക്കാനുള്ള ശ്രമം അവർ നടത്താറുണ്ട്. ഓക്കെയാണ്, കാരണം പഴപ്പുകേട് കാണിക്കുന്നവരെ എക്സ്പോസ് ചെയ്യുക എന്നുള്ളത് ന്യൂസുകാരുള്ളത് കൊണ്ട് തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്നലെ ഈ ഒരു പെർട്ടിക്കുലർ വിഷയം, വിവാഹ വാഗ്ദാനം നൽകി 20ഓളം പെൺകുട്ടികളെ പീഡിപ്പിച്ചു, ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ അറസ്റ്റിൽ. തൃശ്ശൂർ താന്യം സ്വദേശി യദു ഗിരീഷാണ് അറസ്റ്റിലായത്. ഈ ഒരു ന്യൂസ് പുറത്തു വന്നതിന് ശേഷം ഞങ്ങളുടെ ഇടയിൽ, ഞങ്ങളുടെ സർക്കിളിൽ യാരുടെ ഇവൻ ആരാന്നുള്ളത് നമ്മൾ തപ്പി കിടക്കുകയായിരുന്നു. ഇവൻ ഏതാണ് ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ? എന്നാലും നമ്മൾ ആരും ഇവനെ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലല്ലോ. ഇവൻ ആരാ ആള്? പിന്നെ ലേറ്റർ ഓൺ ആണ് ഇവൻ്റെ വിശദമായ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കിട്ടുന്നത്. ന്യൂസിൽ പറയുന്നത് 15ഓളം സ്ത്രീകളെ ഇവൻ മോശമായ രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്, വിവാഹ വാഗ്ദാനം നൽകി എന്നുള്ളതാണ് പറയുന്നത്. 15 എന്നുള്ളത് പിന്നെ ഒരു 23ആയി. അപ്പോൾ ഇവൻ്റെ 2 ഫോട്ടോ ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഒന്ന് കറൻ്റ്ലി ഇവൻ അറസ്റ്റിലായപ്പോൾ ഉള്ള അവസ്ഥയിലുള്ള ഫോട്ടോ, ഇവൻ്റെ പ്രൊഫൈലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരു അവസ്ഥയാണ് ഇപ്പുറത്ത് വെച്ചിട്ടുള്ളത്, മുടിയുള്ളത്. ഇനി ബൈ ദ വേ ഇവൻ്റെ പ്രൊഫൈൽ ഞാനിവിടെ സൈഡിൽ കൊടുക്കുന്നുണ്ട്. ഈ കാണുന്നതാണ് ഈ ബെടുക്കേൻ്റെ പ്രൊഫൈൽ. ഇവൻ 48.6K ഫോളോവേഴ്സൊക്കെ ഉള്ള, അത്യാവശ്യം ഈ എന്താ പറയുക ആളുകളെ കൺവിൻസ് ചെയ്യുന്ന, മോട്ടിവേഷൻ എടുത്തു വയ്ക്കുന്ന, അല്ലെങ്കിൽ ആളുകൾ കാണുമ്പോൾ ഭയങ്കര എന്താ പറയുക നന്മയാണ് എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള കുറേ കണ്ടൻറ്റ് അങ്ങനെ ചെയ്യുന്ന ഒരു പ്രൊഫൈലാണിത്. പിന്നെ പ്ലസ് കുറച്ച് ഈ ഓൺ വോയിസ് റിയാക്ഷൻസ് ടു ദ കമൻറ്റ്സ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ. അപ്പോൾ ഇതാണ് ഇവൻ്റെ ബേസിക് പ്രൊഫൈൽ. ഞാൻ ഇന്നലെ ഈ ന്യൂസ് പുറത്തു വന്ന് ഇവൻ്റെ പ്രൊഫൈലൊക്കെ കയറി നോക്കി. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എന്നെ ഒരു വ്യക്തി പേഴ്സണലി കോൺടാക്റ്റ് ചെയ്യുന്നത്. കോൺടാക്റ്റ് ചെയ്തിട്ട് ആദ്യം പറഞ്ഞത്, ഈ യദു എന്ന് പറഞ്ഞ ഇവൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, ഈ എന്നെ കോണ്ടാക്ട് ചെയ്ത വ്യക്തികളോട് പറഞ്ഞിട്ടുണ്ട്, യദു എൻ്റെയും ഹെലൻ്റെയും ഒക്കെ ഫ്രണ്ടാണെന്നുള്ളത്. അവിടെയാണ് സത്യം പറയാൻ എനിക്ക് പൊളിഞ്ഞ്. കാരണം ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഇവനെ മുഖപരിചയം പോലും ഇല്ല. ഇനി ടിക്ടോക്കുള്ള കാലത്തെങ്ങാണ്ട് ഇനി ഹായ് ബായ് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫേസ് അറിയണ്ടേ. എനിക്ക് ഇവൻ്റെ ഫേസ് ഒട്ടും റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ഇവൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് ഇവൻ പേഴ്സണൽ മെസ്സേജ് വല്ലതും അയച്ചിട്ടുണ്ടോ നോക്കുമ്പോൾ ഏതോ കാലത്ത് ഒരു സ്റ്റോറിക്ക് റിപ്ലൈ ഇട്ടിട്ടുണ്ട്. അതും ബൈ മിസ്റ്റേക്ക് ഇട്ടതാന്ന് പറഞ്ഞിട്ടാണ് ഇവൻ എന്ത് ചെയ്തിട്ടുള്ളത്, എനിക്ക് റിപ്ലൈ തന്നിട്ടുള്ളത്. അതെങ്ങനെ ബൈ മിസ്റ്റേക്ക് ആവും? ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഞാനിപ്പോൾ ഇഷ്യൂ വന്നപ്പോൾ അവൻ്റെ പ്രൊഫൈൽ കയറി നോക്കുന്നതും എന്നിട്ടാണ് ഞാൻ ആ ചാറ്റ് തുറന്ന് നോക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ വ്യക്തിയെ അറിയില്ല. എന്നിട്ട് ഞാൻ ഹെലനെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, ഹെലൻ അറിയോ ഈ വ്യക്തിയെ? കാരണം ഹെലൻ്റെ ഒരു വീഡിയോ റീമിക്സ് ചെയ്തൊരു വീഡിയോ ഇവൻ്റെ പ്രൊഫൈലിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഹെലൻ പറഞ്ഞു, ഡൂഡ് വെയിറ്റ് ചെയ്യും ഒരു സെക്കൻഡ്, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കയറി നോക്കിയപ്പോൾ ഹെലൻ്റെ അടുത്ത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇവൻ്റെ ഒരു പിഴപ്പുകേട് വന്ന് ഹെലൻ ഇവന് തിരിച്ച് മെസ്സേജ് അയച്ച് ആ വിഷയത്തിൽ അവർ സംസാരിച്ചു. അതിനെക്കുറിച്ച് ഹെലൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ എന്താണെങ്കിലും ചെയ്യുമായിരിക്കും. അത് ഹെലൻ്റെ വീഡിയോ വരട്ടെ. അപ്പോൾ ഓൾറെഡി ഇങ്ങനത്തെ കുൽസിത പരിപാടികളിൽ ആക്റ്റീവായിട്ടുള്ളൊരു പ്രൊഫൈലാണ് വർഷങ്ങളായിട്ട് എന്നുള്ളത് ഹെലൻ പറഞ്ഞോടുകൂടി എനിക്ക് മനസ്സിലായി. അങ്ങനെ എന്നെ കോൺടാക്ട് ചെയ്ത ആളുകളായിട്ട് ഞാൻ സംസാരിച്ചപ്പോഴാണ് മക്കളെ ഞെട്ടിക്കുന്ന കുറേ വിവരങ്ങൾ പുറത്തു വരുന്നത്. ആദ്യം ന്യൂസിൽ വന്ന ഇവനെക്കുറിച്ചുള്ള ഡീറ്റെയിലിംഗ് ഞാനിവിടെ പ്ലേ ചെയ്യാം. തൃശൂർ താന്യം സ്വദേശിയാണ് യദു ഗിരീഷ് എന്ന ഈ 38-കാരൻ. ആ യദുവാണ് അറസ്റ്റിലായത്. യാജി വന്നേരി മിസ്റ്റർ ഡിഫക്റ്റ് എന്ന പേരിൽ ഇൻസ്റ്റാ അക്കൗണ്ടൊക്കെ ഉണ്ട്. ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്. ഏതാണ്ട് ഏറ്റവും ഒടുവിലത്തെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 48.7K അത്രയും എണ്ണമുണ്ട് ഫോളോവേഴ്സിന്റെ കണക്ക്. സജീവമാണ് വളരെ ഇൻസ്റ്റാഗ്രാമിൽ. 405 പോസ്റ്റുകൾ ഇതിനോടകം തന്നെ പോസ്റ്റ് ചെയ്തിരിക്കുന്നു. പരാതി നൽകിയത് 3 പേരാണ്. ആ 3 പേരുടെ പരാതിയിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. വിവാഹ വാഗ്ദാനം നൽകിയാണ് ഈ ഇൻഫ്ലുവൻസറുടെ പീഡനമെല്ലാം. ആദ്യം 3 പെൺകുട്ടികളാണ് പരാതിയുമായി രംഗത്തെത്തിയത്. അതേ തുടർന്ന് കൂടുതൽ അന്വേഷണം നടത്തിയപ്പോഴാണ് കൂടുതൽ പേരിലേക്ക്, അതായത് 15 യുവതികൾ പീഡിപ്പിക്കപ്പെട്ടതായി കണ്ടെത്തുന്നത്. ഈ യുവതികളുടെ മൊഴിയെടുക്കാനുള്ള ശ്രമത്തിലാണ് തൃശ്ശൂരിലെ ക്രൈം ഡിറ്റാച്ച്മെന്റ് ACPയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം.
ഈ യുവതികളുടെ നഗ്ന വീഡിയോ ചിത്രീകരിച്ചിട്ടുണ്ട് എന്നും ആ നഗ്ന വീഡിയോ വെച്ച് ഭീഷണിപ്പെടുത്തിയുമായിരുന്നു ഈ പീഡനങ്ങൾ അധികവും എന്നാണ് വ്യക്തമാവുന്നത്. മാത്രമല്ല, ഈ പെൺകുട്ടികളിൽ നിന്ന് പണം വാങ്ങിയതായും പരാതികളിൽ പറയുന്നുണ്ട്. IT ആക്ട് പ്രകാരവും ഈ പ്രതിക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഉറപ്പിച്ചു പറയുന്നു ഡിറ്റാച്ച്മെന്റ് സംഘം കൂടുതൽ പരാതികൾ ഇയാൾക്കെതിരെ ഇനിയും ഉയർന്നു വരുന്നുണ്ട് എന്ന്. അതായത് നിലവിൽ 15 പേരെയാണ് കണ്ടെത്തിയതെങ്കിൽ തൃശൂർ ക്രൈം ഡിറ്റാച്ച്മെന്റിന്റെ കണക്ക് വെച്ച് അത് 20 വരെ എത്താനുള്ള സാധ്യത പറയുന്നു. ഇതിലിപ്പോ 20 അല്ലട്ടോ, ഒരു 26, 27 ഒക്കെ എത്താനുള്ള ചാൻസ് ഞാൻ പേഴ്സണലി കാണുന്നുണ്ട്. ഇനി കുറച്ച് ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. ഇതിൽ ഇവൻ്റെ വയസ്സ് പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? 38 വയസ്സ്, അതായത് 39 വയസ്സ് ഇപ്പോൾ ഈ വർഷം ആവുന്നൊരു വ്യക്തിയാണ് ഇയാൾ. പിന്നെ ഇയാൾ ഇന്നലെ അങ്ങോട്ട് അറസ്റ്റിലായതല്ല. ഫെബ്രുവരി 5-ാം തീയതി കസ്റ്റഡിയിലെടുത്ത് 6-ാം തീയതി ഇയാൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൃത്യമായിട്ട് ഇയാളുടെ വീട്ടിൽ ചെന്ന് ഇയാളുടെ ലാപ്ടോപ്പും ഫോണും അടക്കമുള്ള ഡിജിറ്റൽ സാധനങ്ങൾ മൊത്തം എടുത്തു കൊണ്ടുവന്ന പോലീസ് ഞെട്ടിപ്പോവാണ്. 3 പെൺകുട്ടികളാണ് ആദ്യം ഇവനെതിരെ കേസ് കൊടുക്കുന്നത്. അവരുടെ മൊഴിയിൽ നടന്ന ഈ പറഞ്ഞ ഇൻവെസ്റ്റിഗേഷൻ്റെ ഇടയിലാണ് 15ഓളം സ്ത്രീകളെ ഇവൻ വിവാഹ വാഗ്ദാനം നൽകി പല ഹോട്ടലുകളിലായിട്ട് കൊണ്ടുചെന്ന് പല സ്ഥലങ്ങളിൽ വെച്ച് ഫിസിക്കലി അവരെ വാഗ്ദാനം കൊടുത്ത് ഇവൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഇതുപോലെ ഹരാസ് ചെയ്തിട്ടുണ്ട്. പൈസ അടിച്ചു മാറ്റിയിട്ടുണ്ട്, ഫിസിക്കലി അവരെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇവൻ്റെ ഒരു മോഡസും പാറ്റേണും ഇനി പറയുമ്പോഴാണ് സത്യത്തിൽ നിങ്ങൾ ഞെട്ടാൻ പോകുന്നത്. ഇവൻ സൈബർ സെൽ പോലീസ് ഓഫീസറാണെന്ന് പറഞ്ഞിട്ടാണ് എല്ലാ സ്ത്രീകളുടെ അടുത്തും അപ്രോച്ച് ചെയ്യുന്നത്. ഇവൻ ഹിറ്റ് ചെയ്യുന്ന സ്ത്രീകൾക്കൊരു പാറ്റേൺ ഉണ്ട്. ഇവൻ എന്നോട് പേഴ്സണലി പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്, 1-2 പേര്. ഇവൻ ഹിറ്റ് ചെയ്യുന്ന സ്ത്രീകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ വിഡോ അല്ലെങ്കിൽ സെപ്പറേറ്റഡ് ആയിട്ട് അങ്ങനെ സിംഗിളായിട്ട് നിൽക്കുന്ന സ്ത്രീകൾ, അതിൽ തന്നെ ആൻറ്റീസ്, പിന്നെ കുറച്ച് കുട്ടികൾ, ഏജ് കാറ്റഗറിയുള്ള ഒരു 20-25 വയസ്സുള്ള കുട്ടികളെയാണ് ഇവൻ ഹിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവനൊരു ഫേക്ക് ആധാർ കാർഡ് ഉപയോഗിക്കും. ഇവൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് 2000 ആക്കി തിരുത്തി ഒരു ഫേക്ക് ആധാർ കാർഡ്, അത് ഞാനിവിടെ സൈഡിൽ വയ്ക്കാം. ഇത് ഫേക്കാണ്, അതുകൊണ്ടാണ് ഞാൻ പുറത്ത് വെച്ചത്. ഇവൻ ഈ 2000 ഫേക്കായിട്ട് ക്രിയേറ്റ് ചെയ്ത ആധാർ കാർഡും സാധനവും വെച്ചിട്ടാണ് ഈ ചെറിയ വയസ്സ് പ്രായമുള്ള പെൺകുട്ടികളെ പോയി ഹിറ്റ് ചെയ്യുക. അതിൽ തന്നെ ഇവൻ കുറച്ച് ക്രൈറ്റീരിയാസ് വെക്കും ഇത്ര. അതായത് അധികം ആരും അങ്ങനെ അപ്രോച്ച് ചെയ്യാൻ സാധ്യതയില്ലാത്ത, ഇപ്പോൾ അങ്ങനത്തെ കുറച്ച് കുട്ടികളെ ഇവൻ സെലക്ട് ചെയ്തെടുക്കും. ഇവനൊരു കാറ്റഗറി ഉണ്ട്, അങ്ങനത്തെ കുട്ടികളെ സെലക്ട് ചെയ്തെടുത്ത് അവരിലേക്ക് ഇവൻ മോട്ടിവേഷനായിട്ടും വീഡിയോ എടുക്കാൻ ഹെൽപ്പ് ചെയ്യുക എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു പാറ്റേൺ ഇവൻ ഫോളോ ചെയ്തിട്ടാണ് ഇവൻ ഈ കുട്ടികളെ സെലക്ട് ചെയ്തെടുക്കാറ്. അങ്ങനെ എടുത്തതിന് ശേഷം ഈ കുട്ടികളായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി അവരോട് ചാറ്റ് ചെയ്ത് തുടങ്ങും, മോട്ടിവേഷൻ കൊടുക്കും, അവരുടെ പേഴ്സണൽ ലൈഫിൽ ഇഷ്യൂസ് ചോദിച്ചു തുടങ്ങും, മെല്ലെ വർത്തമാനം പറഞ്ഞ് ഫിസിക്കൽ റിലേഷൻ ആവശ്യപ്പെടും. ഇതാണ് ഇവൻ്റെ ഒരു മോഡസ്, ഒരു പാറ്റേൺ. ഞാൻ എന്നോട് സംസാരിച്ച ഒരു വോയിസ് ഞാനിവിടെ വെക്കാം. ഇതിൽ നിന്ന് നിങ്ങൾക്ക്, ഇത് ഞാൻ വോയിസൊക്കെ ചേഞ്ച് ആക്കിയിട്ടുണ്ട്, എനിക്ക് ആദ്യം ഐഡൻറ്റിറ്റി പുറത്തു വിടാനൊന്നും താല്പര്യമില്ല. ബട്ട് ഇതെന്താണെങ്കിലും നിങ്ങൾ അറിയണം. ഇനിയെങ്കിലും ഇത് എത്രയോ കേസുകളായി സോഷ്യൽ മീഡിയയിൽ കാണുന്ന റീലല്ല റിയാലിറ്റി എന്നുള്ളത് ഇനിയും തിരിച്ചറിയാൻ നിങ്ങളെ കൊണ്ടൊന്നും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ കഷ്ടമാണ് എന്ന് എനിക്ക് പറയാനുള്ളൂ. ഞാൻ അവിടെ ഒരു വോയിസ് പ്ലേ ചെയ്യാം. യാദജീവൻ നെരിന് എനിക്ക് അറിയുന്നത് 2024 ഞങ്ങൾ റിലേഷൻഷിപ്പിലായിരുന്നു. ഒരു 2 years ഒരു റിലേഷൻഷിപ്പിലായിരുന്നു ഞങ്ങള്. അവനെ ആദ്യം അപ്രോച്ച് ചെയ്തത് ഒരു തേപ്പ് കിട്ടിയ ഒരാള് എന്നുള്ള രീതിയിൽ അപ്രോച്ച് ചെയ്തത്. അങ്ങനെയുള്ള ഫ്രണ്ട്സ് ഞങ്ങൾ ആദ്യം അവന്റെ സ്റ്റോറിക്ക് ജസ്റ്റ് കമന്റ് ചെയ്ത് അങ്ങനെ അറിയുന്നതാ. ഞാൻ ഡിഗ്രിക്ക് ലാസ്റ്റ് ഇയർ പഠിക്കുമ്പോ അങ്ങനെ ഞങ്ങൾ ഫ്രണ്ട്സ് ആണതാ. അപ്പൊ ഒരു പോയിന്റിൽ പറഞ്ഞു അവന്റെ വീട്ടില് കല്യാണം നോക്കുന്നുണ്ട്, എനിക്ക് നിന്റെ ക്യാരക്ടർ ഇഷ്ടമായി, സോ നിനക്ക് എങ്ങനെയാ ഓക്കെ ആണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നോട് ആ ടൈമില്. അപ്പൊ ഓൾറെഡി എനിക്ക് അറിയുന്ന ആളാണ്, ഓൾറെഡി നല്ല ക്യാരക്ടറാന്ന് എനിക്ക് തോന്നിയിട്ട് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ ഞങ്ങൾ റിലേഷൻഷിപ്പിലായി. അപ്പൊ സ്റ്റാർട്ടിങ്ങിൽ ഇവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇവന്റെ വർക്ക് സൈബർ സെല്ലിലാണ്, സൈബർ സെൽ ഓഫീസർ ആണ്, SI ആണ്, ഇത് ആരോടും പറയരുത് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മനസ്സിലായോ? എന്നിട്ട് ഇവനൊരു ചേച്ചി ഉണ്ട്, ആ ചേച്ചിക്ക് ഒരു മെന്റൽ ഇഷ്യൂസ് ഉണ്ട്, ആ ചേച്ചിയുടെ ഹസ്ബൻഡ് ഇട്ടേച്ച് പോയതാ, ആ ചേച്ചിക്ക് ഒരു കുട്ടി ഉണ്ട് എന്നൊക്കെ എന്നോട് ആ സമയത്ത് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവന്റെ ആധാർ കാർഡ് എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇവന്റെ ആധാർ കാർഡ് അതില് 2000 ആണ് അവന് ഡേറ്റ് ഓഫ് ബർത്ത് കാണിച്ചിട്ടുണ്ടായി, 2000. ആക്ച്വലി ഇവന്റെ വർക്ക് വരുന്നത് ICICI ലൈഫ് ഇൻഷുറൻസ് കമ്പനിയിലാണ്. ആക്ച്വലി ഒരു 10 വർഷമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പിന്നീടാണ് അതൊക്കെ അറിയുന്നത്. ഇവന്റെ കല്യാണം ഓൾറെഡി കഴിഞ്ഞതാണ്, ഒരു കുട്ടിയുള്ളതാണ് ഇവന്. പക്ഷെ അതൊക്കെ ഹൈഡ് ചെയ്ത് സിംഗിൾ ആണെന്നും പറഞ്ഞിട്ടാണ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്.
മനസ്സിലായോ? ആ, പിന്നെ ഇവന്റെ ആധാർ കാർഡ് ഫേക്ക് ആയിരുന്നു എന്ന് പിന്നീട് മനസ്സിലായി. കാരണം ഇവനെ 38 വയസ്സുണ്ട് ഇപ്പം. അന്ന് എനിക്ക് കാണിക്കുമ്പോൾ 24 വയസ്സുള്ളതാണ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ ലാസ്റ്റ് ആട്ടോ ഞാൻ അറിയുന്നത്. ഇതിന് ഒരുപാട് പെൺകുട്ടികളായിട്ട് ഇങ്ങനെ ഈ ഫോട്ടോസ് സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ ഞങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇവര് പറയും അതെന്റെ കസിനാണ്, കൊളീഗാണ്, അങ്ങനെ എന്നൊക്കെ പറയാറ്. പിന്നീടാണ് അത് മനസ്സിലായത് ഈ പെൺകുട്ടികളൊക്കെ റിലേഷൻഷിപ്പ് ആയിരുന്നു. എല്ലാരോടും പറഞ്ഞിരിക്കുന്നത് സിംഗിൾ ആണ്, മാരീഡ് അല്ല. പിന്നെ ഇവൻ ചേച്ചി എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയാണ് ഇവന്റെ ആക്ച്വലി ഇവന്റെ വൈഫ്. ആ ചേച്ചിയെ കൊച്ചാണെന്ന് പറയുന്ന ഒരാളാണ് ഇവന്റെ സ്വന്തം മോന അത്. പക്ഷെ അതൊക്കെ ഹൈഡ് ചെയ്തിട്ടാണ് ഇവൻ റിലേഷൻഷിപ്പിലാവുന്നത്. ആദ്യം നന്നായിട്ട് സ്നേഹം കാര്യങ്ങളും റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ ആദ്യ ദിവസങ്ങളൊക്കെ തരും. പിന്നെ പിന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യണ പോലെ നമുക്ക് തോന്നും. പക്ഷെ അവൻ ആ സമയത്ത് പറയാം, എടി അത് സൈബർ സെല്ലിലല്ലേ വർക്ക് വരുന്നേ, അപ്പൊ പിന്നെ എപ്പോഴും ഞാൻ ബിസി ആയിരിക്കും. എനിക്ക് ചിലപ്പോൾ നൈറ്റ് ഷിഫ്റ്റ് ഉണ്ട്, നീ നൈറ്റ് ഓൺലൈനിൽ കണ്ടാൽ നിനക്കൊന്നും തോന്നരുത്, നൈറ്റ് ഷിഫ്റ്റും കാര്യങ്ങളൊക്കെയാണ്. ഇവൻ സൈബർ സെല്ലിലല്ലാട്ടോ വർക്ക്, ഇവൻ ഇൻഷുറൻസ് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. പാലക്കാടാണെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ അറിഞ്ഞപ്പം ഞാൻ അവനോട് ചോദിച്ചപ്പോഴും അവൻ സമ്മതിച്ചെന്നില്ല. അല്ല അത് അങ്ങനെയാണ് ഇങ്ങനെയാന്നൊക്കെ സമ്മതിച്ചെന്നില്ല. ആക്ച്വലി ഞാൻ എന്റെ വൈഫിനൊക്കെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ചേച്ചി പറഞ്ഞു, അപ്പൊ വൈഫിനല്ല ഇവന്റെ ചേച്ചിയുടെ ഹസ്ബൻഡിനെ ജസ്റ്റ് കോണ്ടാക്ട് ചെയ്തപ്പോഴാണ് മനസ്സിലായത് എന്ത് ഇവന്റെ കല്യാണം കഴിഞ്ഞെന്നും കൊച്ചുണ്ടെന്നും ഇവൻ ഇൻഷുറൻസ് കമ്പനിയാണ് വർക്ക് ചെയ്യുന്നതൊക്കെ. സോഷ്യൽ മീഡിയയിൽ ഇവനൊരു സിംഗിളാണ്, സിഗ്മയാണ് എന്നുള്ള രീതിയിൽ അവൻ്റെ പ്രൊഫൈൽ അവൻ പോർട്രേറ്റ് ചെയ്യുന്നു. മെസ്സേജുകൾ ഈ പറഞ്ഞ ഈ ഇരകൾക്ക് അയക്കുമ്പോൾ ഇവൻ സിംഗിൾ ആണെന്നുള്ളത് വീണ്ടും ഇവൻ അതിൽ മെസ്സേജിൽ വയ്ക്കുന്നു. ഇവൻ്റെ കുറച്ച് ചാറ്റിൻ്റെ സ്ക്രീൻ ഞാനിവിടെ വയ്ക്കാം. കുറച്ചധികം ഡീറ്റെയിൽസ് ഉണ്ട്, അത് വരും ദിവസങ്ങൾ ആവശ്യമാണെന്നുണ്ടെങ്കിൽ അതപ്പോൾ പുറത്ത് വിടാം. ഇപ്പം എന്താണെന്നുണ്ടെങ്കിലും ഇവൻ കാണിച്ചിട്ടുള്ള തെമ്മാടിത്തരങ്ങളൊന്നും ചെറുതല്ല. റീൽസ് എടുക്കാമെന്നുള്ള വാഗ്ദാനം കൊടുത്ത് ഇതേപോലെ സ്വന്തം ഭാര്യയെയും കുട്ടിയെയും ചേച്ചിയാണ്, ഓക്കെ, ബുദ്ധിസ്ഥിരത ഇല്ലാത്ത ചേച്ചിയാണ് ഇവൻ സ്വന്തം ഭാര്യയെ ബാക്കിയുള്ളവരുടെ മുന്നിൽ കാണിച്ചു കൊടുത്തിട്ടുള്ളത്. അങ്ങനെയാണ് കാണിച്ചു കൊടുത്തിട്ടുള്ളത്. സ്വന്തം ഭാര്യയെ ബാക്കി ഇവൻ ഇതേപോലെ പ്രേമം നടിച്ച് വശത്താക്കുന്ന കുട്ടികളോട് ഇത് സ്വന്തം ചേച്ചിയാണ്, ഇവർക്ക് ബുദ്ധിസ്ഥിരതയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ അവരോട് വർത്തമാനം പറയാൻ പോകില്ലല്ലോ ഇവർ. സ്വന്തം മകനെ ചേച്ചിയുടെ കുട്ടിയെന്ന്. എടാ എങ്ങനെ സാധിക്കുന്നുണ്ട് ഈ പഴപ്പേട് കാണിക്കാനും പറയാനൊക്കെ? ബേസിക്കലി ഇവൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരുന്ന അല്ലെങ്കിൽ ഈ ട്രാപ്പിലാക്കുന്ന പെൺകുട്ടികളുടെ ശരീരം പ്ലസ് അവരുടെ പൈസ, ഫിനാൻഷ്യലി അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുക, ശാരീരികമായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യുക. ഇവനെ കൊണ്ട് പോലീസുകാർ ഈ പല ലോഡ്ജിലും പല ഹോട്ടലിലും റൂം എടുത്തിട്ടുണ്ട്. അവിടെ ഇവനെയും കൊണ്ട് ചെന്ന സമയത്ത് പോലീസുകാർ ഞെട്ടിപ്പോയി. മനസ്സിലായോ? കാരണം അവിടെ റിസപ്ഷനിൽ ഇരിക്കുന്നവർ പറയുന്നത്, സാറേ ഇവൻ ഈ ഒരാളെ അല്ല, ഒരുപാട് പേര്. അവിടുന്നാണ് ഈ 15-20 എന്നുള്ള കണക്കൊക്കെ വരുന്നത്. ഓക്കെ, പെങ്ങളാണ്, സിസ്റ്ററാണ്, ഫ്രണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടംപോലെ, അതും ഒരു സ്ഥലത്തല്ല ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുപോലെ പെൺകുട്ടികളെ കൊണ്ടുപോയി പല പേരുകളിൽ പല രീതിയിൽ ഇവൻ റൂം എടുത്ത് ഇതന്നെയാണ് ഇവൻ്റെ പരിപാടി. ആൻഡ് ഇവൻ്റെ വീട്ടുകാർ, ഇവൻ്റെ അമ്മയോ ഇവൻ്റെ ഭാര്യയോ ഇതറിഞ്ഞ സമയത്ത് അവരുടെ റെസ്പോൺസും വളരെ ഓപ്പോസിറ്റ് സാധനമായിരുന്നു അത്ര. അതായത് നിങ്ങളൊക്കെ പോയതല്ലേ, അല്ലെങ്കിൽ എൻ്റെ മകൻ, ആ ഒരു സ്കീമിലായിരുന്നു. അതിനെക്കുറിച്ച് ഞാൻ അധികം സംസാരിക്കുന്നില്ല. വീട്ടുകാരാണ്, ചിലപ്പോൾ പറയാൻ പറ്റില്ല, അവരിലേക്ക് നമുക്ക് പോകണ്ട. പക്ഷേ ഇവൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഫേക്ക് ആധാർ കാർഡ് ഉണ്ടാക്കുന്നു, ഫേക്ക് ജോലിയെക്കുറിച്ച് പറയുന്നു. ഞാൻ ആലോചിക്കുന്നത് ഇവൻ്റെ അടുത്ത് പോയി പെടുന്ന കുട്ടികൾക്ക് മനസ്സിലാവുന്നില്ല. സൈബർ സെല്ലിലെ ഒരു ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞാലും അതൊരു പോലീസ് ഓഫീസറാണ്. മുടിയും വളർത്തി താടിയും വെച്ച് അങ്ങനെയാണ് നടക്കുക. 2 വർഷം മുമ്പേ ആണെങ്കിലും അതെങ്ങനെ പോസിബിൾ ആവും? അപ്പോൾ അതൊന്നും ചിന്തിക്കുന്നില്ല. ഇവിടെ എന്താ പറയുക, ഇവൻ നന്മ വിതറുന്നതും ഇവനിടുന്ന റീൽസിൻ്റെ ഒരു ആകർഷണീയത, ഇവൻ അങ്ങനെയാണ് റീൽസ് ഇടുക. ഇവൻ ഭയങ്കര മോട്ടിവേഷനാണ്. ഫിലിപ്പിനെ പറഞ്ഞ പോലെ ഇവനെ കുറച്ച് വീഡിയോസ് ചെയ്യാൻ കുറേ മറ്റേ ഡബിൾ മീനിങ് ഉള്ള സാധനങ്ങളും കുറേ അൾട്രാ മോട്ടിവേഷനും. ഇതാണ് ഇവൻ്റെ റീൽസിൻ്റെ ഒരു പാറ്റേൺ. സ്ത്രീകളെ പറയുമ്പോൾ പൊളിയുന്നത് എന്തുകൊണ്ട്? ആർ യു എ ഫെമിനിറ്റി? സ്ത്രീകളെ പറയുമ്പോൾ പൊളിയുന്നത് എനിക്കൊരു അമ്മയുള്ളതുകൊണ്ട്, ഒരു ചേച്ചി ഉള്ളതുകൊണ്ട്, ഒരു അനിയത്തി ഉള്ളതുകൊണ്ട്. കുണ്ടിയിൽ മറുകുള്ള പെണ്ണിനെ കെട്ടണം. പെണ്ണ് കാണുമ്പോ ഇത് ചോദിക്കാനും പറ്റില്ല, എന്റെയും ഈ ക്വസ്റ്റ് ഇങ്ങനെയല്ല, ഞാൻ വായിച്ചിട്ടുണ്ട്.
ഓക്കെ, ഒരു കാര്യം ചെയ്യാം. നിനക്ക് അഡ്രസ്സ് ഞാൻ ഒപ്പിച്ചു തരാം. ബട്ട് ഇതൊരിക്കലും ഞാൻ പറഞ്ഞതാണ് അവൾ അറിയരുത്. നിങ്ങൾ കല്യാണം കഴിച്ച് ഹാപ്പി ആയി ജീവിക്കും. എനിക്ക് വേണ്ടി എനിക്ക് ഇതൊക്കെ അല്ലേ ചെയ്തു തരാൻ പറ്റൂ. ഞാൻ അയച്ചു തരാടാ. സന്തോഷമായി ജീവിക്കും. ബാബു ഇന്ന് കളിക്കണ്ട. കളിക്കണ്ടെന്നോ? ഞാൻ കളിക്കണ്ട എങ്ങനെ? എനിക്കിന്ന് കളിക്കണം. കളിച്ചേ പറ്റൂ. അല്ലെങ്കിൽ എന്റെ നെഞ്ചു പൊട്ടിപ്പോ. ഇതാണ് ഇവൻ്റെ ഒരു റീൽസിൻ്റെ പാറ്റേൺ. ഈ റീസെൻ്റ്ലി ഇവൻ്റെ അക്കൗണ്ടിൽ കയറി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് മറ്റേ നന്മ പാറ്റേൺ ആണ്. മതസൗഹാർദ്ദം അങ്ങനത്തെ കണ്ടൻറ്റുകളാണ്. പിന്നെ അൺഫോർച്ചുനേറ്റ്ലി ഇവൻ്റെ അക്കൗണ്ടിൽ കൊളാബിട്ട് ഒരുപാട് സ്ത്രീകളുണ്ട്. ഒരുപാട് പ്രൊഫൈൽസ് ഇവൻ്റെ ഫ്രണ്ട്സ് ആയിരിക്കാം. അങ്ങനെ ഇവനെ ചിലപ്പോൾ വൺ ടൈം മാത്രം അറിഞ്ഞ് വീഡിയോ എടുക്കുന്നവരായിരിക്കാം. അവർക്കൊക്കെ പിന്നെ പണിയാണ്. മനസ്സിലായില്ലേ? ഇതെന്താ അറിയോ, ഇതൊക്കെ നമ്മൾ എത്ര പുറത്ത് പറഞ്ഞാലും ഇപ്പോൾ ആ മീശ വിനീതിൻ്റെ കേസ് പോലെയാണ്. കേസിൻ്റെ സമയത്ത് എല്ലാവരും ഇതിങ്ങോട്ട് ഡിസ്കസ് ചെയ്യും. അത് കഴിഞ്ഞ് പുറത്തിറങ്ങി 2 മാസം റീൽസ് ഇടുമ്പോൾ വീണ്ടും പോയിട്ട് ഏട്ടായി തീട്ടായി എന്ന് പറഞ്ഞിട്ട് ലവ് ചിഹ്നം ഇട്ട് കൊടുക്കും. അവിടെ ഹാർട്ട് ഇട്ട് കൊടുത്തിട്ട് അവിടെ പോയിട്ട് ജയ് വിളിച്ചിട്ട് പിന്നെയും കുറേ ആൾക്കാർ കൂടും. ഇവനും അതന്നെയാണ് സംഭവിക്കാൻ പോകുന്നുള്ളൂ, അതിനപ്പുറം സംഭവിക്കാൻ പോകുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ 3 കുട്ടികൾ ഇവനെതിരെ കൃത്യമായ തെളിവുകൾ കൊടുത്ത് ഇവൻ എന്താണ് അവരെ ചെയ്തതെന്നും ഇവൻ ഏത് രീതിയിലുള്ള ക്രിമിനൽ സൈക്കോപാത്താണെന്നുള്ളതും പോലീസിന് കൃത്യമായി അറിയിച്ച് അതിൻ്റെ തെളിവുകൾ കൊടുത്തു. പോലീസ് അന്വേഷണത്തിൽ അത് ഏറെക്കുറെ മനസ്സിലാവുകയും ചെയ്തു. എന്നാൽ പോലും ഇവിടുത്തെ ഒരു നിയമം വെച്ച് ഇവൻ പുറത്തിറങ്ങുമ്പോൾ ഇവന് മാലടാൻ ഒരു മെൻസ് അസോസിയേഷൻ ടീം ഉണ്ടാവും. ഇനി ഇത് ഫേക്ക് കേസാണെന്ന് പറഞ്ഞു വരാൻ വേണ്ടി ചിലപ്പോൾ ഇവൻ്റെ കേസിൽ പറഞ്ഞു വരാൻ ചാൻസ് ഇല്ല. കാരണം ഇവൻ അങ്ങനെ ഫേമസ് സെലിബ്രിറ്റി ഫേസ് ഒന്നും അല്ലല്ലോ. രാഹുൽ ഈശ്വറിനെ പോലുള്ളവർ ഇറങ്ങാൻ ചാൻസ് കുറവാണ്. അല്ലെങ്കിൽ പോലും ഇവൻ സ്വയം പുറത്തിറങ്ങിയാൽ തന്നെ ഇവൻ എന്ത് ചെയ്യും? ഇവനുള്ള കഥകളും പറഞ്ഞു. കാരണം ഇവൻ്റെ കയ്യിൽ വീണ്ടും ആ പെൺകുട്ടികളുടെ ഫോട്ടോ വീഡിയോസ് ഇരിക്കുകയല്ലേ. ഇവനിത് എവിടെയൊക്കെ കോപ്പി ചെയ്ത് വെച്ചു എന്നുള്ളത് പോലീസുകാർക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഫുള്ള് ഇവൻ പറയൂ. ഇവൻ പുറത്തിറങ്ങി വീണ്ടും ഈ കുട്ടികളെ ഭീഷണിപ്പെടുത്തും, അവരെ ഉണ്ടാതാക്കും. പിന്നെയും ഇതേപോലെ വന്ന് റീൽസ് ഇട്ട് മോട്ടിവേഷൻ പറയാൻ തുടങ്ങും. ഈ സിംഗിൾ സിഗ്മ സാധനം കാണിക്കാൻ തുടങ്ങും. അതിൽ പോയിട്ട് വീണ്ടും കുറേ ഞാൻ പറഞ്ഞ സ്ത്രീകൾ തന്നെ പോയിട്ട് വീണ്ടും ഹാർട്ടും ഏട്ടായി തീട്ടായി എന്ന് പറഞ്ഞിട്ട് കുറേ സാധനം ഇട്ട് കൊടുക്കും. നിങ്ങൾക്കൊന്നും എത്ര പഠിച്ചാലും കണ്ടാലും കേട്ടാലും നിങ്ങളൊന്നും പഠിക്കില്ലേ? കഴിഞ്ഞിട്ടില്ല. നോക്കി വെക്കുമ്പം അറിയുന്ന കുറച്ച് ചേച്ചിമാരോട് ഇവൻ റീലൊക്കെ ചെയ്ത ഇവൻ ഫോളോ ചെയ്യുന്ന കുറച്ച് സംശയം എന്ന് പറഞ്ഞ ചേച്ചിമാർക്ക് മെസ്സേജ് അയച്ചപ്പോഴാണ് മനസ്സിലായത് ഇവരെല്ലാവരും റിലേഷൻഷിപ്പിലാണ്. സെയിം കാര്യം തന്നെയാണ് എല്ലാവരോടും പറഞ്ഞേക്കണത്. എന്ത് സിംഗിൾ ആണ്, കല്യാണം നോക്കുന്നുണ്ട്, കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്, പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇവനെ നല്ല രീതിയിൽ അപ്രോച്ച് ചെയ്ത് ലാസ്റ്റ് റിലേഷൻഷിപ്പിലാവും. എന്നിട്ടാണ് പിന്നെ ഫിസിക്കലിലോട്ട് പോകുന്നത്. ഇപ്പം പറയും അവനിക്ക് ഇങ്ങനത്തെ ടെൻഡൻസി കൂടുതലാണ്, എനിക്ക് പെണ്ണായിട്ട് നീയല്ലേ ഉള്ളു, അപ്പൊ നീയല്ലേ ഇതൊക്കെ, അല്ലെങ്കിൽ ഞാൻ വേറെ വല്ലതായിട്ട് പോയി കഴിഞ്ഞാൽ നിനക്കത് സഹിക്കോ അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് നിർബന്ധിച്ചിട്ട് നമ്മൾ ഫിസിക്കലിലോട്ട് കൊണ്ട് എത്തിക്കുക. മനസ്സിലാവും. എന്നിട്ടാണ് നമ്മളത് പിന്നെ നമ്മൾ അവോയ്ഡ് ചെയ്ത് പിന്നെ നമുക്ക് മനസ്സിലാവില്ല എന്തുകൊണ്ടാണ് അവോയ്ഡ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവില്ല. പിന്നീട് കുറെ ഒരു പോയിന്റ് എത്തിയപ്പോഴാണ് ഈ സത്യങ്ങളൊക്കെ ഞാൻ അറിയുന്നത്. അന്ന് ഞാൻ നല്ല വീക്കായിട്ടുണ്ടായിരുന്നു, നല്ല വിഷമം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവന്റെ പ്രൊഫൈല് ഇപ്പോഴാണ് ഫാദർ ആൻഡ് ഹസ്ബൻഡ് എന്ന് ഇട്ടേക്കണത്. ആദ്യക്ക് ഇവന്റെ പ്രൊഫൈല് ഇവൻ മാത്രമുള്ള പ്രൊഫൈലായിരുന്നു. പിന്നെ ഡോൺ ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ എന്നായിരുന്നു അതിന്റെ താഴെ ഉണ്ടായിരുന്നത്. പിന്നെ പെയ്ഡ് കൊളാബ് എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു അവന്റെ ആദ്യത്തെ പ്രൊഫൈൽ ഉണ്ടായിരുന്നത്. അപ്പോ അവന്റെ വീട്ടിലറിഞ്ഞപ്പോ വൈഫിനെ വിളിച്ച് പറഞ്ഞതിന് ശേഷമാണ് ഇവൻ ഫാദർ ആൻഡ് ഹസ്ബൻഡ് എന്നൊക്കെ ഇട്ടതും. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻസ്റ്റഗ്രാം ബയോയില് ചേഞ്ച് ആക്കിയത് അവൻ. അതിനു മുമ്പ് ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരാൾ, അവന്റെ ഹൈലൈറ്റ് നോക്കിയാൽ കാണാൻ പറ്റും. ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരാൾക്കാരുടെ ഇപ്പോഴും ചില കോഡ്സ് അവന്റെ അക്കൗണ്ടിൽ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. അങ്ങനെ ഇപ്പോഴാണ് അവൻ ആ ബയോ ഒക്കെ മാറ്റിയത് കേട്ടോ. പിന്നെന്താ, അത്രയും ഒരുപാട് പെൺകുട്ടികളെ ചതിച്ചിട്ടുണ്ട്, ഒരുപാട് പെൺകുട്ടികളെ ചതിച്ചിട്ടുണ്ട്. അതാണ് അറിഞ്ഞത്. അങ്ങനെ അത്രയും എന്താ ഇഷ്യൂ ഒന്നും നമുക്കറിയില്ല. അങ്ങനെ കുറെ ഇൻസിഡന്റുകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഇതൊക്കെ കണ്ടിട്ട് ഒരുപാട് ഇഷ്യൂ എന്താണെന്ന് അറിയാനൊന്നുമില്ല. അടിച്ച് ചള്ള തിരിച്ചു കഴിഞ്ഞാൽ മേല് നൊന്ത് കഴിഞ്ഞാൽ തീരാവുന്ന ഇഷ്യൂ ഉള്ളൂ. നല്ല കയ്യൂക്കുള്ള ഏതെങ്കിലും ആളുകളുടെ വീട്ടിൽ നിന്നാണ് ഇവൻ ഇതേപോലെ ഒരു പെൺകുട്ടിയെ തിരിപ്പിച്ച് കൊണ്ടുപോയി ഉപദ്രവിച്ച അല്ലെങ്കിൽ വാഗ്ദാനം കൊടുത്തതെന്നുണ്ടെങ്കിൽ അവരൊന്നും എടുത്തിട്ട് പെരുമാറിയാൽ തീരും. അങ്ങനെ ആരും ചെയ്തില്ല. പിന്നെ ഇവന് കോൺഫിഡൻസ് കൂടിപ്പോയി. ഞാൻ പറഞ്ഞില്ല, ഇവൻ്റെ മോഡസ് ഇതേപോലെ സെലക്റ്റീവായിട്ട് ഇരകളെ തപ്പിപ്പിടിക്കുക. അതിൽ തന്നെ ആൻറ്റിമാർ
സിംഗിളായിട്ട് ജീവിക്കുന്നവരെ തപ്പിപ്പിടിക്കുക. കുട്ടികളാണെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ അവന് ലുക്ക് വൈസ് കുറച്ച് ഡൗൺ ആണെന്ന് തോന്നുന്ന ഫീച്ചേഴ്സ് കൂടുതലുള്ള, അങ്ങനെ തന്നെയാണ് എന്നോട് അവർ പറഞ്ഞു, ഫീച്ചേഴ്സ് കൂടുതലുണ്ട് എന്ന് തോന്നുന്നവരെ പോയി ഹിറ്റ് ചെയ്യുക. അതിനുശേഷം സൈബർ സെല്ലാന്ന് പറയുക, വയസ്സ് കുറച്ചും കൂട്ടിയും പറയുക പല സാഹചര്യത്തിൽ. ലേറ്റർ ഓൺ സംസാരിച്ച് തുടങ്ങുമ്പോൾ കെയറേട്ടനാവുക, റീൽസ് ചെയ്യാൻ സഹായിക്കുക എന്ന് പറയുക. അതിനുശേഷം വീണ്ടും ഈ പറഞ്ഞ പോലെ കെയറേട്ടൻ്റെ കെയർ കൂടുക, പിന്നെ വിളിച്ച് വിവാഹ വാഗ്ദാനം നടത്തുക, തൃശ്ശൂരിലേക്ക് വിളിച്ചു വരുത്തുക, ലോഡ്ജ് എടുക്കുക, പരിപാടി എടുക്കുക. തന്നെ ഇതാണ് ഇവൻ്റെ മോഡസ്. ഇത് ഓവർ കോൺഫിഡൻസ് ആയ സമയത്ത് എന്തായി, പല ഇങ്ങനത്തെ റിലേഷൻഷിപ്പും മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ഇവന് പലപ്പോഴായിട്ട് സ്റ്റോറി ഇടേണ്ട അവസ്ഥ വന്നു. ചിലർ ചോദിക്കുമല്ലോ, നമ്മളൊപ്പം എന്താ സ്റ്റോറി ഇട്ടാൽ, നീ സിംഗിളല്ലേ? ഇത് ഇവൻ്റെ വീട്ടുകാരെയാണ് ഞാൻ സത്യത്തിൽ ഞെട്ടുന്നത്. ഇവൻ്റെ ഭാര്യയും ഇവൻ്റെ ബാക്കിയുള്ളവരൊന്നും ഇത് കാണുന്നില്ല. ഇത്രയും പബ്ലിക് പ്രൊഫൈൽ വെച്ച് നീ കാണിച്ചു കൂട്ടുന്നു. അവരോടും ഈ പുറത്തുള്ളവരോട് ഇത്ര നുണ പറഞ്ഞ് കൺവിൻസ് ചെയ്യാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവൻ സ്വന്തം വീട്ടുകാരെ പല നുണയും പറഞ്ഞ് കൺവിൻസ് ചെയ്ത് കാണും, അത് വേറെ കാര്യം. ബട്ട് സ്റ്റിൽ ഈ ഇരയായ കുട്ടികളടക്കം പോയിട്ട് ഇവൻ്റെ ഭാര്യയോട് സംസാരിക്കുമ്പോൾ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡും, അമ്മയോട് സംസാരിക്കുമ്പോൾ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡും, ദാറ്റ് ഈസ് വെരി വേസ്റ്റ്. ഇനി അതൊക്കെ നിൽക്കട്ടെ. ഇവൻ പൊളിഞ്ഞത് ഇതേപോലെ സ്റ്റോറീസ് പലവട്ടിടുമ്പോൾ പല കുട്ടികളിപ്പോൾ എൻ്റെ ഒരു ലവർ അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാൾ വേറൊരാളുടെ കൂടെ വളരെ ഇൻറ്റിമേറ്റ് ആയിട്ട് നിന്നൊരു ഫോട്ടോ ഇടുമ്പോൾ നമ്മൾ ഓബിയസ്ലി ക്വസ്റ്റ്യൻ ചെയ്യും. അത് ചെയ്ത് 1-2 വട്ടമാകുമ്പോൾ നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യും, ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ അവരോട് ആരാണോ ഫോട്ടോയിൽ ടാഗ്ഡ് ആയിട്ടുള്ള അവരോട് പോയി ചോദിക്കും, നീ ഇവനും തമ്മിൽ എന്ത് ബന്ധം? അങ്ങനെയാണ് ഇത് പൊളിഞ്ഞത്. അങ്ങനെ തമ്മിൽ ഇവർ കണക്റ്റഡ് ആവുന്നു. 3 പേര് കണക്റ്റഡായി. ആ 3 പേരും അവരുടെ എക്സ്പീരിയൻസുകൾ അല്ലെങ്കിൽ ഇവൻ്റെ ഒപ്പമുള്ള റിലേഷൻഷിപ്പിൻ്റെ കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോഴാണ് അവർ ഞെട്ടുന്നത്. എല്ലാവരുടെ അടുത്തും സിമിലർ പാറ്റേൺ, സിമിലർ മോഡസ്, സിമിലർ ടൈം ഫ്രെയിം. മനസ്സിലായോ? ഒരേ ടൈമിലാണ് ഇവരൊക്കെ ഇത് ഉപയോഗിച്ചിട്ടുള്ളത്. അങ്ങനെ ഉപയോഗിച്ച് ഇവർ 3 പേരും കൂടിയും ഇത് ഇവൻ്റെ ചീറ്റിംഗ് ആണെന്ന് മനസ്സിലാവുന്നു. മുഖ്യമന്ത്രിയുടെ അടുത്ത് കേസ് കൊടുക്കുന്നു. ഫസ്റ്റ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയി കേസ് കൊടുക്കുന്നു. അവിടുന്ന് ഇത് സ്പെഷ്യൽ ബ്രാഞ്ചിന് ഫോർവേഡ് ആവുന്നു. ഇവർ തെളിവടക്കം എല്ലാം മൊഴിയടക്കം കൊടുത്തതിന് ശേഷമാണ് ഇവനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. എന്നിട്ടാണ് പോലീസ് ഞെട്ടുന്നത്. ഇത് 3-അല്ല 15 അല്ല 20 അല്ല 25 വരെ എത്താനുള്ള ആൻസേഴ്സ് കൂടുതലാണെന്ന് കാണുന്നത് അവർ. മനസ്സിലായോ? ഇനി വരും ദിവസങ്ങളിൽ ചിലപ്പോൾ ഈ ഒരു സോഷ്യൽ മീഡിയ റീൽ സൈക്കോപാത്തിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചിലപ്പോൾ പുറത്തു വരാം. ചിലർ മിണ്ടാതിരിക്കുമായിരിക്കും. ഞാൻ പറയുന്നത് നിങ്ങൾ മിണ്ടാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളൊക്കെ വന്ന് തുറന്ന് പറച്ചിലുകൾ നടത്തിയാലേ നാളെ ഇവനെപ്പോലുള്ള ഒരുത്തൻ വീണ്ടും തിരിച്ചിറങ്ങി വന്ന് മോട്ടിവേഷൻ ചൊനത്തിയിട്ട് നാട്ടുകാരെ പറ്റിക്കാതിരിക്കൂ. ഇപ്പം നമ്മൾ കാണുന്നതൊക്കെ അതാ. ഇതേപോലെ കേസുകളിൽ അകത്താവുന്നവൻ വീണ്ടും തിരിച്ചു വരും. പിന്നെ ആ അകത്തായ ആ ഒരു ക്ലിപ്പ് എന്ത് ചെയ്യും, എടുത്ത് കുറച്ച് BGM ഇട്ടിട്ട് മാസാന്ന് കാണിക്കാൻ വേണ്ടിയിട്ടിട്ട് ഇപ്പോഴത്തെ ഒരു 2 സ്ലോ മോഷൻ ഇട്ടിട്ട് ഇടുമ്പോൾ അതിനിടയിൽ പോയിട്ട് വീണ്ടും ഏട്ടായി എന്ന് പറഞ്ഞിട്ട് പിന്നെയും കുറേ ആൾക്കാർ പോവും, പിന്നെയും കുറേ ആൾക്കാർ ചീറ്റ് ചെയ്യപ്പെടും. ഒന്നും ഇവിടുത്തെ നിയമത്തിൻ്റെ വിഷയം. 2, ഇത് ഇനിയും ജനങ്ങൾ മനസ്സിലാക്കണ്ടേ. റീൽ ഈസ് നോട്ട് റിയാലിറ്റി എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. റീൽ കാണുന്നതൊന്നുമല്ല റിയാലിറ്റി. ഈ റീൽ സ്പേസിൽ കാണുന്ന ആളുകൾ നിങ്ങൾ കണ്ണടച്ച് വിശ്വസിക്കാനും പാടില്ല. പിന്നെ ഇവരൊക്കെ നിങ്ങളെ അടുത്തേക്ക് വരുമ്പോൾ ഇവർ ഇൻറ്റൻഷൻ എന്താ നിങ്ങൾ മനസ്സിലാക്കുക. അറ്റ്ലീസ്റ്റ് സ്ത്രീകളോട് എസ്പെഷ്യലി നിങ്ങളൊന്ന് മനസ്സിലാക്കുക. കുട്ടികൾ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഇവരുടെ ഇൻറ്റൻഷൻ എന്താ നിങ്ങൾക്ക് മനസ്സിലായാൽ അത് മനസ്സിലാക്കാൻ മാത്രം കേസുകൾ നിങ്ങളെ മുന്നിലുണ്ട്. ഓക്കെ. പിന്നെ പാരൻസിനോടും അല്ലെങ്കിൽ ബാക്കിയുള്ളവരോടൊക്കെയാണ്, ആൺകുട്ടിയോ പെൺകുട്ടിയോ ഹൂവർ ഇറ്റ് ഈസ്, സോഷ്യൽ മീഡിയയിൽ മാത്രം ആശ്രയം കാണുന്ന ഒരു സിറ്റുവേഷനിൽ അവർ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗോ ആൻഡ് ടോക്ക് ടു ദം. അപ്പോൾ അവരുടെ റിയൽ ഇഷ്യൂ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇല്ലെങ്കിൽ ഇതേപോലുള്ള ഏതെങ്കിലും ഒരു അവൻ്റെയോ അവളുടെയോ ട്രാപ്പ് പോയി പെട്ട് കഴിഞ്ഞാൽ പിന്നെ ലൈഫ് പോവും. ഓക്കെ. എന്താണെങ്കിലും കൊള്ളാം. പുതിയൊരു തീട്ടായി യദു ഗിരീഷ്. കുറച്ചും കൂടി ഡീറ്റെയിൽസ് ഉണ്ട്, അത് ഞാൻ പറഞ്ഞല്ലോ. ബാക്കി ഇനി വരുന്ന ന്യൂസുകൾ അനുസരിച്ചിട്ട് തന്നെ ഞാൻ ആ ഡീറ്റെയിൽസ് വെച്ച് ചെയ്യാം. എന്താണെങ്കിൽ ഇവൻ ചെയ്ത തെണ്ടിത്തരങ്ങൾ എന്താണെങ്കിലും ഇപ്പോൾ ഏറെക്കുറെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇൻഡെപ്ത് ന്യൂസിൽ ഇത് കൊടുക്കാത്തത് കൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത് ഇപ്പോൾ പറഞ്ഞത്. ബാക്കി ഹെലൻ്റെ ഈ പറഞ്ഞ ഹെലൻ്റെ അടുത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഇവൻ്റെ ചെറ്റത്തരമായിട്ട് വന്നിട്ടുള്ളൊരു കേസ് ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ഹെലൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ടാവും.